ഖുദ്സ് നമുക്ക് നഷ്ടമായത്, അഥവാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം നമുക്ക് നഷ്ടമായത് ഹിജറ 492 അന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് 22 വയസ്സുണ്ട്. ഷെയ്ഖ് ജീലാനി തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബഗ്ദാദിലേക്ക് പോയതിനു ശേഷമാണ്, തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഖുദ്സിനെ കുരിശു പോരാളികൾ പിടിച്ചെടുത്തത്. ഖുദ്സ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഹിജറ 583 ഒരു നൂറ്റാണ്ടിനു ശേഷം. ഒരു നൂറ്റാണ്ട് കുരിശു പോരാളികളുടെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളില്ല. ഹിജറ 561 ഷെയ്ഖ് ജീലാനി തങ്ങൾ മരിച്ച് 22 വർഷത്തിന് ശേഷമാണ് ഖുദ്സ് മോചിതമാകുന്നത്. ഈ സന്ദർഭത്തിൽ ഗസാലി ഇമാമും ഷെയ്ഖ് ജീലാനി തങ്ങളും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഖുദ്സ് നമുക്ക് നഷ്ടപ്പെട്ടത്. അവർ അത് തിരിച്ചു പിടിക്കാൻ വല്ലതും ചെയ്തിരുന്നോ? അത് ചെയ്തതായി വല്ലതും അറിയാമെങ്കിൽ നമുക്കത് ചെയ്യാം. അവസരമല്ലേ, പ്രചോദനമല്ലേ? ഖുദ്സ് വിമോചനത്തിന് ഇവരുടെ ഗസാലി ഇമാം ചർച്ചാ വിഷയമല്ലാത്തത് മാറ്റി നിർത്താം. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? യഥാർത്ഥ വിമോചകൻ സലാഹുദ്ദീൻ അയ്യൂബി ആണെങ്കിലും ആ വിമോചനത്തിന് പശ്ചാത്തലമൊരുക്കാൻ ബഗ്ദാദിൽ നിന്നുകൊണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് വല്ലതും കഴിയുമെന്നോ എന്നുള്ള അന്വേഷണമാണ്, എന്നുള്ളൊരു പഠനമാണ് പണ്ഡിതന്മാരുടെ സദസ്സിൽ ഞാനിപ്പോ അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പറഞ്ഞല്ലോ, ഒരു റജബ് മാസത്തിൽ വെള്ളിയാഴ്ച ഹിജറ 583 ഖുദ്സ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ കീഴടക്കി. ഒരു വെള്ളിയാഴ്ചയായിരുന്നു, റജബ് മാസത്തിലായിരുന്നു. അന്ന് ആ പള്ളിയിൽ ആദ്യ ഖുതുബ നിർവഹിച്ചത് മഹാനായ മുഹ്യിദ്ദീൻ ഇബ്നു സൻഗി എന്ന് പറയുന്ന ദമസ്കസിലെ കാളിയും കാളി കുടുംബത്തിലെ പ്രധാനിയും മഹാപണ്ഡിതനുമായിരുന്ന, അന്ന് 33 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു കാളിയാണ് അന്ന് ആദ്യ ഖുതുബ നിർവഹിച്ചത്. ഇദ്ദേഹം ഇങ്ങനെ ഖുതുബ നിർവഹിക്കാൻ തെരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയെയും അതിനു മുമ്പുള്ള ഭരണാധികാരികളെയും ഖുദ്സ് മോചനത്തിന് വേണ്ടി നിരന്തരം പ്രേരിപ്പിച്ച, പശ്ചാത്തലമൊരുക്കിയ, ഉലമാക്കൾ എന്ന നിലയിൽ ആത്മീയ പിന്തുണ നൽകിയ ഒരു വലിയ മനുഷ്യനാണ്, വലിയ ഖാദിയാണ്, പണ്ഡിതനാണ്, സാഹിദാണ് മുഹ്യിദ്ദീൻ ഇബ്നു സൻഗി. 4 വർഷങ്ങൾക്ക് മുമ്പ് സലാഹുദ്ദീൻ ഖുദ്സ് കീഴടക്കുക എന്ന ലക്ഷ്യത്തിൽ ഓരോ പട്ടണങ്ങൾ കീഴടക്കിയ കൂട്ടത്തിൽ സിറിയയിലെ ഹലബ് കീഴടക്കി. യഥാർത്ഥത്തിൽ നൂറുദ്ദീൻ സൻഗി എന്ന് പറയുന്ന സൽജൂക്കി ഭരണാധികാരികളുടെ ഒരു പട്ടാളക്കാരനായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം സിറിയയിലേക്ക് വന്ന് ഹലബ് കീഴടക്കിയപ്പോ അന്ന് ദിമഷ്കസിൽ, സിറിയയുടെ ഭാഗമായ ഡമസ്കസിലെ ഖാദിയായിരുന്ന മുഹ്യിദ്ദീൻ ഇബ്നു സൻഗി ഒരു കവിത പറഞ്ഞു. ഫതഹുകൽ ഖൽഅത ശഹബാഅബി ഫി സഫരിൻ മുബശ്ശിറുൻ ബി ഫുതൂഹി ഖുദ്സ് ഫി റജബിൻ എന്നൊരു കവിത പാടി ഈ മുഹ്യിദ്ദീൻ ഇബ്നു സൻഗി. ഫതഹുകൽ ഖൽഅത ശഹബാഅ ഫി സഫരിൻ, ഈ സഫർ മാസത്തിൽ ഈ ധവള കൊട്ടാരം, വെള്ള കൊട്ടാരം നീ കീഴടക്കിയത് മുബശ്ശിറുൻ ബി ഫുതൂഹി ഖുദ്സ് ഫി റജബിൻ, റജബ് മാസത്തിൽ ഖുദ്സ് നീ കീഴടക്കും എന്നതിന്റെ വലിയ ഒരു സന്തോഷ വാർത്തയാണ് എന്ന് ഒരു കവിത അദ്ദേഹം പാടി. യഥാർത്ഥത്തിൽ ഈ ഹലബ് കീഴടക്കുന്നത് 79-ലാണ്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് റജബ് മാസത്തിൽ ഖുദ്സ് അദ്ദേഹം കീഴടക്കുന്ന സലാഹുദ്ദീൻ. 4 വർഷങ്ങൾക്ക് മുമ്പാണ് റജബ് മാസത്തിൽ നീ ഖുദ്സ് കീഴടക്കുന്നതിന്റെ ലക്ഷണമാണ്, സുവിശേഷമാണ് ഈ ഫത്ഹ് എന്ന്
മുഹിയുദ്ദീൻ ഇബ്നു സംഗി കവിത പാടിയത്. ഇതെല്ലാം എവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു റജബ് മാസത്തിൽ കീഴടക്കുന്നൊക്കെ എവിടെ നിന്ന് കിട്ടി? വിവരം എവിടെ നിന്ന് കിട്ടി ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഒരു പ്രവചനം നടത്തുമ്പോ ചോദിക്കല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇബ്നു ബർജാന്റെ തഫ്സീറിൽ നിന്ന് കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇബ്നു ബർജാൻ എന്ന് പറയുന്നത് ഒരു പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്. തഫ്സീറിന്റെ വേറൊരു ശാഖകൾ ഖുർആന്റെ ആയത്തും അതിന്റെ ഇറങ്ങിയ പശ്ചാത്തലവും ആ ഡേറ്റും ആയത്തുകളുടെ എണ്ണത്തിന്റെ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് പലതും പ്രവചിക്കുന്ന ഒരു സ്വഭാവമുള്ള, നമ്മുടെ ഇമാമികളൊന്നും ആ രീതി അവലംബിച്ച് നമ്മുടെ സ്വഭാവമുള്ള ആളായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം അത് എഴുതുന്നത് ഹിജറ 522-ലാണ്, അഥവാ 61 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഖുദ്സ് മോചിതമാകുന്നതിന്റെ 61 വർഷം മുമ്പാണ് ഈ തഫ്സീർ എഴുതുന്നത്. 61 വർഷം കഴിയുമ്പോൾ ഖുദ്സ് മോചിക്കപ്പെടും എന്ന് അദ്ദേഹം എഴുതുന്നത്. അങ്ങനെയാണ്. ഖുദ്സ് മോചിക്കുമ്പോൾ അദ്ദേഹം ഇല്ല. ഹിജറ 536-ൽ ഖുദ്സ് മോചനത്തിന്റെ 53 വർഷം മുമ്പ് അദ്ദേഹം വഫാത്തായി പോവുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ഈ മുഹിയുദ്ദീൻ ഇബ്നു സംഗി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹമാണ് ആദ്യമായി ഖുതുബ നിർവഹിച്ചത് എന്ന ഒരു പോയിന്റ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനോഹരമായ ഒരു ഖുതുബ, വളരെയധികം അർത്ഥവത്തായ ഒരു ഖുതുബ അന്ന് അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം തുടങ്ങിയത് എന്ന ആയത്തോടെ തുടങ്ങുകയും അവിടെ കൂടിയ ജനങ്ങളോട് ഫഹാദാ മൗതി അബീകും ഇബ്രാഹിം വമിഅറാജു നബിയികും സല്ലല്ലാഹു അലൈഹി വസല്ലം വഖിബ്ലതുകും അല്ലതി കുൻതും തുസല്ലൂന അലൈഹാ വഹുവ മഖറുൽ അംബിയാഇ വമഖ്സദുൽ ഔലിയാഇ വമദ്ഫനുർ റസൂലി വമഹബത്തുൽ വഹി വഹിയ അർദുൽ മഹ്ശരി വൽ മൻശരി വഹുവൽ അർദുല്ലാഹിൽ മുഖദ്ദസ എന്ന് തുടങ്ങുന്ന നമുക്കറിയാവുന്ന ഖുദ്സിന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് അവ്വലുൽ ഖിബ്ലതൈനി, സാലിൽ മസ്ജിദൈനി, സാലിസുൽ ഹറമൈനി എന്നൊക്കെ പറഞ്ഞ് ഖുദ്സിനെ കുറിച്ച് നമ്മുടെ എല്ലാ ചരിത്രങ്ങളും കുറഞ്ഞ വാക്കിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതിനുശേഷം ഈ ഖുതുബയ്ക്ക് ശേഷം നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇതാണ്. ഒരാളൊരു ക്ലാസ് ഉണ്ടായിരുന്നു, മജ്ലിസ് ഉണ്ടായിരുന്നു. ഖുതുബയ്ക്ക് ശേഷം, ജുമഅയ്ക്ക് ശേഷമുള്ള മജ്ലിസ് അത് നടത്തിയത് അബുൽ ഹസൻ അലി ഇബ്നു നജ എന്ന് പറയുന്ന ഹംബലി മദ്ഹബുകാരനായ സൂഫിയായ പണ്ഡിതനായ ഒരു വലിയ മനുഷ്യനാണ് ഈ ക്ലാസ് നടത്തിയത്. പിന്നെ അദ്ദേഹമാണ് കുറെ നാൾ ക്ലാസ് നടത്തിയത്. യഥാർത്ഥത്തിൽ ഈ സലാഹുദ്ദീൻ അയ്യൂബി എന്ന ഒരു പോരാളിക്ക് സൈനിക ബലമുണ്ട്, ആത്മീയ ബലം കൂടി ഉണ്ടെങ്കിലാണ് വിജയിക്കുകയുള്ളൂ പോരാട്ടം. ഇന്ന് നമുക്ക് പരാജയത്തിന്റെ കാരണം അതാണ്. നമുക്ക് ഭൗതിക ബലമുണ്ട്, അവർക്ക് ആത്മീയ ബലമില്ല. ആത്മീയ ബലമുള്ളവരുണ്ട്, അവർക്ക് ഭൗതിക ബലമില്ല. രണ്ടും കൂടി യോജിപ്പിക്കാൻ വിമോചകനോ ചെയ്ത ജീലാനിയോ മഹാന്മാരോ ഇല്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം. നമ്മുടെ അറബികൾക്ക് ആ ഭൗതിക ബലമില്ലേ? സമ്പത്തും സൗകര്യങ്ങളും രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. ഹമാസിന് ആത്മീയ ബലമില്ലേ? ഏത് പോരാട്ട സമയത്തും അവർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്, തോറ്റോടാതിരിക്കുന്നത്, അവർക്ക് കൂസലില്ലാതിരിക്കുന്നത് ആത്മീയ ബലം കൊണ്ടാണ്. പക്ഷെ ഭൗതിക ബലമില്ല. രണ്ടും യോജിക്കുന്നില്ല. അവർ ആത്മീയ ബലം നൽകാൻ വേണ്ടി രംഗത്ത് വന്ന മഹാനാണ് അബുൽ ഹസൻ അലി ഇബ്നു നജ എന്ന് പറയുന്ന മഹാൻ. അത് അതിനുശേഷമുള്ള മുഴുവൻ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൽ അസീറിനെ പോലെ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, കാന മിൻ ലുത്ഫില്ലാഹി ബിൽ മുസ്ലിമീന അന്ന ജമാഅത്തുൽ മിസ്രിയ അദ്ഖലു മഅഹും സൈനുദ്ദീൻ അലി ഇബ്നു നജ. അന്നത്തെ കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അന്ന് രാഷ്ട്രീയമായ ശക്തി തകർന്നിരിക്കുന്നു. സെൽജൂക്കി ഭരണാധികാരികൾ പല കക്ഷണങ്ങളായി മാറി. ബഗ്ദാദ് കേന്ദ്രീകരിച്ചുള്ള അബ്ബാസിയ ഭരണകൂടം ജീർണാവസ്ഥയിലായി. മിസ്ർ, ഈജിപ്ത് കേന്ദ്രീകരിച്ച് ഫാത്തിമികൾ, ഷിയാക്കൾ, അവരുടെ ഭരണകൂടം ഇവരെ പരമാവധി നശിപ്പിക്കാൻ നോക്കുന്നു. സുൽത്താൻമാരും ഖലീഫമാരും അമീറന്മാരും തമ്മിലടിക്കുന്നു.
ഈ സമയത്ത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ കുരിശ് പോരാളികളെ എതിർത്ത് തോൽപ്പിക്കാനുള്ള രാഷ്ട്രീയ, സൈനിക, ആത്മീയ ശക്തിയുടെ അഭാവം അന്നുണ്ട്. അവിടെയാണ് അലി ഇബ്നു നജ എന്ന് പറയുന്ന മഹാൻ കടന്നു വരുന്നത്. അദ്ദേഹം ആദ്യം തന്നെ ഫാത്തിമികൾ എന്ന് പറയുന്ന ആ കുഴപ്പക്കാരിൽ നിന്നും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മിസ്രിലെ അവരുടെ ബാത്തിനികളായ അവരുടെ കൂടെ കൂടി അവരെ പരാജയപ്പെടുത്താൻ അവരോട് കൂടിയിട്ട് സലാഹുദ്ദീനെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടേയിരുന്നു. സലാഹുദ്ദീന്റെ കൊട്ടാരത്തിലും അതുപോലെ നൂറുദ്ദീൻ സംഗി എന്ന കൊട്ടാരത്തിലൊക്കെ ബാത്തിനികൾ കലാപങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നവർക്കാരാണ്. ഇസ്ലാം നശിച്ചത് ബാത്തിനികളുടെയും ലാഹിരികളുടെയും ഇടയിൽ കിടന്നാണ് എന്ന് പറഞ്ഞത് വിശകലനം ചെയ്യേണ്ട, ഇപ്പോഴും വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനൊക്കെ പോകില്ല. ജിലാനിക്ക് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ അല്ലാഹു ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അങ്ങനെ ബാത്തിനികളെ പരാജയപ്പെടുത്തി. നബിയുടെ ഉസ്താദ് അബൂ ശാമ പറയുന്നുണ്ട്, വകാന കബീറൽ ഖദരി മുഅദ്ദമൻ ഇന്ന സലാഹുദ്ദീൻ വഹുവ الذي നമ്മ അലൽ ഫിത്നതി അമ്മാറത്ത് ബിൽ യുംന വഅസ്ഹാബഹു. ബാത്തിനികളുടെ എല്ലാ ഫിത്നകളെയും അടിച്ചൊതുക്കിയ സലാഹുദ്ദീൻ ആത്മീയ ബലം നൽകിയ ഒരാളായിരുന്നു ഈ ഇബ്നു നജ എന്ന് പറയുന്ന കാസർഗോഡ് ആ പണ്ഡിതൻ. സലാഹുദ്ദീൻ ഷാമിലായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് ഷാമിലായിരുന്നു. അദ്ദേഹത്തിനോട് മിസ്രിലേക്ക് യാത്ര പോകാനും മിസ്രിനെ കീഴടക്കാനും കൂടെ നിന്നതും കൽപ്പിച്ചതും ഇദ്ദേഹമായിരുന്നു. എല്ലാ സഞ്ചുക്കികൾക്കും തുർക്കുകൾക്കും ഒക്കെ ഒരു മുറബി ഉണ്ടാവും. അത്താബക്ക് എന്നാണ് അവരെ പറയുക. അവർ അത്താബക്കായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇവിടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അലി ഇബ്നു നജ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, പരിഷ്കർത്താവ്, സൂഫി, നമ്മുടെ പൊതുസമോചനത്തിന് ആത്മീയമായ ശക്തി കൊടുക്കുകയും ഷിയാക്കളെ പരാജയപ്പെടുത്തുകയും രാഷ്ട്രീയ ശക്തിയിലേക്ക് സലാഹുദ്ദീനെ നയിക്കുകയും ചെയ്ത അത്താബക്ക് എന്ന് പറയുന്ന ആൾ മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ മുരീദായി. ബഗ്ദാദിൽ അദ്ദേഹത്തെ കണ്ടു. ബഗ്ദാദിൽ കാണുക മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരു ശിഷ്യ മുരീദ് ഉണ്ടായിരുന്നു, ഈ അലി ഇബ്നു നജക്ക്. ആ അലി ഇബ്നു നജയുടെ മുരീദ് ഒരു ക്രൈസ്തവനായിരുന്നു, അബ്ദുല്ലാഹി ജബാലി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ 20 വർഷക്കാലം അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അടുക്കൽ തിൽമീദായി താമസിച്ച് വിവരങ്ങൾ കിട്ടാനും കൈമാറാനും ഒരാൾ വേണം. ഇവിടുത്തെ പോകാൻ പറ്റില്ല. അപ്പോ സഫീറായി നിന്ന് പ്രവർത്തിച്ചു. ശൈഖ് ജീലാനി തങ്ങളാണ് ഇദ്ദേഹത്തിനോട് മിസ്റും നമ്മൾ കീഴടക്കണം, ഫാത്തിമികളെ കൈകാര്യം ചെയ്യണം, ബാത്തിനികളെ കീഴടക്കാതെ ഖുദ്സിന് മോചനം ഉണ്ടാവില്ല. കാരണം ഈ ബാത്തിനികളൊക്കെ ഷിയാക്കളൊക്കെ സലീബുകളുടെ അഥവാ പുരുഷ പോരാളികൾക്ക് അവര് ഖിയാനത്ത് നടത്തി, അവർക്ക് വേണ്ടിയുള്ള ഒരുക്കുകൾ നടത്തി ഖലീഫയെ തോൽപ്പിക്കാൻ, സെൽജൂക്കികളെ തോൽപ്പിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ പരാജയപ്പെട്ടാലാണ്, മിസ്ർ വീണാലാണ്, മിസ്ർ സലാഹുദ്ദീന്റെ കയ്യിൽ വന്നാലാണ് ഫലസ്തീൻ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇബ്നു നജയെ പ്രേരിപ്പിച്ചു. മിസ്രിലേക്ക് യാത്ര പോകാൻ പറഞ്ഞു. അന്ന് മിസ്രിൽ ഒരാളുണ്ടായിരുന്നു, ഉസ്മാൻ ഇബ്നു മർസൂഖ് ഖുറൈശി എന്ന് പറയുന്ന മഹാൻ. അന്ന് മിസ്രിലെ ഖാദിയും മിസ്രിലെ മഹാപണ്ഡിതനും മിൻ ഔതാദി മിസ്ർ, മിസ്രിലെ ഔതാദികളിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു ഉസ്മാൻ ഇബ്നു മർസൂഖ്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ശൈഖ് ജീലാനി തങ്ങളുടെ മുരീദാണ് അദ്ദേഹം. അവർ കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ്, ഹജ്ജിന്റെ വേളയിൽ. അറഫയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് ജീലാനി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ, നമുക്കറിയാം ആ കാലഘട്ടത്തിലൂടെ എല്ലാവരുടെയും ശൈഖായിരുന്നു, താജുൽ ഔലിയ ആയിരുന്നു, ഖുതുബുൽ അഖ്താബ് ആയിരുന്നു, അതുപോലെ സുൽത്താനുൽ ആരിഫീൻ ആയിരുന്നു. ഇതൊക്കെ ശൈഖ് ജീലാനിയുടെ മഹത്വമാണല്ലോ, നമ്മളിപ്പോഴും പറയുകയുമാണല്ലോ. എല്ലാ ഔലിയാക്കളുടെ മുകളിൽ കാലുള്ള ആണെന്ന് നമ്മളിപ്പോഴും കവിതകളിലും നമ്മുടെ ബൈത്തുകളിലൊക്കെ പറയുന്നതുമാണ്. ആ ഉസ്മാൻ ഇബ്നു മർസൂഖിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയും ആ ഉസ്മാൻ ഇബ്നു മർസൂഖിനോട് ചെന്നിട്ട് ശൈഖ് ജീലാനി തങ്ങളുടെ ദൂതനായി അലി ഇബ്നു നജയോട് പറഞ്ഞു, ഒരു ദൗത്യം നിർവഹിക്കണം. എന്താണ് ആ ദൗത്യം? നൂറുദ്ദീൻ സംഗിയുടെ പട്ടാളത്തിന് മിസ്രിലേക്ക് വരാനുള്ള വഴിയൊരുക്കണം. നൂറുദ്ദീൻ സംഗിയുടെ പട്ടാളം മിസ്രിലേക്ക് വന്ന്, സലാഹുദ്ദീന്റെ പട്ടാളമാണത്, അത് രാജാവാണ് നൂറുദ്ദീൻ സംഗി. സലാഹുദ്ദീൻ അതിലെ പട്ടാള ഉദ്യോഗസ്ഥനാണ്, ഒന്നും അംഗീകൃതമായിട്ടില്ല.
അങ്ങനെ വഴിയൊരുക്കണം എന്ന് പറഞ്ഞ് ഉസ്മാൻ ബിൻ മർസൂഖിനെ മിസ്രിലുള്ള സുന്നിയായ അശ്അരിയായ ആ മഹാൻ വഴിയൊരുക്കാൻ ദൗത്യം ഏൽപ്പിച്ചു. രണ്ടുപേരോട് 2 മദ്രസകൾ തുടങ്ങാൻ പറഞ്ഞു. ഒന്ന് മദ്രസുൽ ഖുറൈശിയ എന്ന് പറയുന്ന മിസ്രിലെ മദ്രസയാണ് ഉസ്മാൻ ബിൻ മർസൂഖിന്റെ മദ്രസ. ശൈഖ് ജീലാനി തങ്ങളുടെ തസവ്വുഫും തരീഖത്തും ഒക്കെ പഠിപ്പിക്കുന്ന മദ്രസ. മറ്റൊന്ന് ഹനഫിൽ തുടങ്ങിയ ഈ പറയപ്പെട്ട ഇബ്നു നജയുടെ നജായിയ എന്ന് പറയുന്ന മദ്രസത്തുൽ നജായിയ എന്ന് പറയുന്ന മദ്രസ. ആ മദ്രസയിലാണ് സലാഹുദ്ദീൻ വളർന്നത്. ആ മദ്രസ നൂറുദ്ദീൻ സങ്കി തുടങ്ങിയതാണ്. അങ്ങനെ ഈ സംഖ്യയുമായി ബന്ധപ്പെടുത്തി ആത്മീയമായ രാഷ്ട്രീയമായ ശക്തികളെ ഒന്നിപ്പിച്ച് നിർത്താൻ ഇമാം ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ അവർ നിയോഗിച്ച 2 വ്യക്തികളാണ് മിസ്റിലും ഹലബിലും നൂറുദ്ദീൻ സങ്കിയുടെയും സലാഹുദ്ദീന്റെയും കൂടെയുള്ള ആളുകൾക്ക് ആത്മീയ ശക്തി ഒരുക്കി കൊടുത്തത് എന്ന് ചരിത്രം. അതിനുവേണ്ടി തന്നെ കിതാബുണ്ട്. ഒരു കിതാബ് നമുക്ക് കാണാം, കൈഫ ലഹറജി സലാഹുദ്ദീൻ വ കൈഫ ഔദത് ഖുദ്സ്. എങ്ങനെയാണ് സലാഹുദ്ദീന്റെ തലമുറ ഉണ്ടായത്, എങ്ങനെയാണ് ഖുദ്സ് തിരിച്ചു കിട്ടിയത്. മാജിദ് അർസലാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ആധുനിക അദ്ദേഹം പറയുന്നുണ്ട് 2 വ്യക്തികളാണ് അതിന് കാരണം. ഒന്ന് ആ കാലത്ത് ജീവിച്ചിരുന്ന ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു, മറ്റൊന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി ഇമാം. ഈ 2 പേരുടെയും പ്രവർത്തനം 2 ഭാഗത്തായിട്ടാണ് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. അതിലെ ബാത്തിനികളെ പരാജയപ്പെടുത്തണം. അന്ന് ഒരുപാട് മദ്ഹബ് പക്ഷപാതിത്വങ്ങളുണ്ട്, അതും ഇല്ലാതെയാക്കണം. കൂടാതെ ആന്തരിക സംഘർഷം ഒഴിവാക്കണം. ആത്മീയ ശക്തിയുള്ള നല്ല ധീരന്മാരായ ആളുകളുണ്ടാകണം. അതായിരുന്നു നൂറുദ്ദീൻ സങ്കി മുതൽ തുടങ്ങിയിട്ടുള്ള ഈ പ്രവർത്തനം. നൂറുദ്ദീൻ സങ്കി നമുക്കറിയാം, അദ്ദേഹം ഖുദ്സിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു ഭരണാധികാരി, വലിയ മുത്തഖിയാണ്. അദ്ദേഹം ഒരിക്കൽ കൊട്ടാരത്തിൽ കുറെ പണ്ഡിതന്മാർ കാണാൻ വന്നു. പണ്ഡിതന്മാർ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ചിരിക്കുന്നേയില്ല. നിങ്ങൾക്ക് ചിരിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മൾ എങ്ങനെ ചിരിക്കും ഖുദ്സ് നമ്മുടെ കയ്യിലില്ലാത്തപ്പോൾ, ഖുദ്സ് തിരിച്ചു കിട്ടാതെ എനിക്ക് ചിരിക്കാനാകില്ല എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഹലബിൽ ഒരു ആശാരി ഒരു മിമ്പർ പണിയുന്നുണ്ട് ഒരു കുടുംബത്തിൽ. അവർ പറഞ്ഞത് ഈ മിമ്പർ ഖുദ്സിൽ വെക്കാനാണ് എന്നാണ് അവർ പറഞ്ഞത്. അന്ന് പുരുഷ പറാണികളുടെ കയ്യിലാണ്, ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. അദ്ദേഹം അത് അറിഞ്ഞിട്ട് ആ മിമ്പർ തന്നെ കൊട്ടാരത്തിലേക്ക് വളർത്തി 563. അത് മനോഹരമായി രാജകൊട്ടാരത്തിൽ അതിനെ വീണ്ടും പണിത് ശരിയാക്കി. വലിയൊരു മിമ്പറായിരുന്നു അത്. രാജകൊട്ടാരത്തിൽ കാണുന്ന സലാഹുദ്ദീൻ അടക്കമുള്ള എല്ലാവരും ഇത് ഖുദ്സിലെ മിമ്പറാണ്, ഖുദ്സിലെ മിമ്പറാണ്. ഈ മിമ്പർ ഖുദ്സിൽ ഉണ്ടാകുമെന്ന് ഖുദ്സിന്റെ മോഹവും അഭിലാഷവും പ്രതീക്ഷയും നിരന്തരം കൊടുത്തു. 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കാലശേഷം സലാഹുദ്ദീൻ ആ മിമ്പർ ഖുദ്സിൽ വെച്ചു. ആ മിമ്പർ 1969 വരെ ഖുദ്സിൽ ആ മിമ്പർ ഉണ്ടായിരുന്നു. 59 കലാപം ഉണ്ടാക്കി ഒരു യഹൂദി അത് കത്തിച്ചു കളയുന്നത് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഖുദ്സിന് വേണ്ടി ജീവിച്ച നൂറുദ്ദീൻ സങ്കി ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? ശൈഖ് ജീലാനിയും ജീലാനി തങ്ങളുടെ മുരീദന്മാരും അവരുടെ ആത്മീയ പ്രവർത്തനമായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഇത് കീഴടക്കാൻ കഴിഞ്ഞ, ഖുദ്സിലേക്ക് നേരെ എത്താൻ കഴിഞ്ഞ ഹിജ്രീൻ എന്ന് പറയുന്ന യുദ്ധത്തോടു കൂടിയാണ്. ആ വർഷം തന്നെ 83 നടന്ന 583 നടന്ന റബീഉൽ ആഖിർ മാസത്തിൽ നടന്ന ഒരു യുദ്ധം റജബിലാണ് കീഴടക്കിയത്. അത് നടത്തിയാൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അലി ഇബ്നു നജ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ഉണ്ടാക്കുന്നതിൽ, ആത്മീയ ശക്തി ഉണ്ടാക്കുന്നതിൽ 25,000 പോരാളികൾ 61,000 പോരാളികളോട് എതിരിട്ട് വിജയിച്ച ഒരു യുദ്ധമാണ്. അവരെല്ലാം വെള്ളം കിട്ടാതെ മലയിലേക്ക് പോയി. കുരിശ് സേനാധികൾ അന്നത്തെ ഏറ്റവും ശക്തമായ ആയുധം സലാഹുദ്ദീൻ ഉണ്ടാക്കി. അന്നത്തെ ഏറ്റവും വലിയ ശക്തമായ ആയുധം വാളല്ല, അമ്പല്ല, ഇന്നത്തെ പീരങ്കിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന തെറ്റാലി എന്ന് പറയുന്നത് പ്രത്യേക സാധനമാണ്. കല്ല് വെച്ച് അടിച്ചുവിടാൻ പറ്റിയ, പ്രതിരോധിക്കാൻ പറ്റാത്ത, ബാക്കിയൊക്കെ പ്രതിരോധിക്കും. അതുണ്ടാക്കി മിസൈലുകൾക്ക് പകരമുള്ളത് ഉണ്ടാക്കിയിട്ടാണ്.
അവരുടെ കയ്യിൽ ഒരു കുരിശുണ്ടായിരുന്നു, കുരിശ് പാടുക. ആ കുരിശ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിൽ തറച്ചപ്പോൾ ഉണ്ടായ ആ കുരിശിന്റെ ഭാഗം ഉൾക്കൊള്ളുന്ന മുഖദ്ദസായ വിജയം കിട്ടുന്ന ഒരു കുരിശ് എന്ന് തലമുറകളായി വിശ്വസിച്ച് തെറ്റിദ്ധരിച്ച് കൊണ്ടുവരുന്ന ഒരു കുരിശുമായിട്ട് അവർ വന്നു. ആ കുരിശ് ആദ്യ സലാഹുദ്ദീൻ പിടിച്ചെടുത്തു. അതുകൂടി അവർ ആത്മീയമായി ശക്തി തകർന്നു, അവരുടെ ശക്തി തകർന്നു, പരാജയം അവർ തന്നെ വേണം. 7 മണിക്കൂർ തുടർച്ചയായി യുദ്ധം ചെയ്തു സലാഹുദ്ദീൻ അയ്യൂബി എന്ന ആത്മീയ ശക്തിയുള്ള ഐശ്വര്യായ മഹാപണ്ഡിതൻ. അദ്ദേഹം ഒരു വക്ത സ്ഥാനം ഉപേക്ഷിക്കുമായിരുന്നില്ല, ഒരു വക്കത്ത് കഥായാക്കുമായിരുന്നില്ല. ഒരുപാട് നോമ്പി വലിയ സ്വലാഹിയത്തുള്ള ആൾ തന്നെയാണ് സലാഹുദ്ദീൻ. വെറും ഒരു പോരാളിയല്ല. എവിടെ വളർന്നതാണ്? അയ്യൂബുൽ നജയുടെ മദ്രസത്തുൽ നജാഇയയിൽ അഥവാ ശൈഖ് ജീലാനിയുടെ തർബിയത്തിൽ വളർന്ന ഒരു മഹാനാണ്. അപ്പൊ അങ്ങനെ കീഴടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ആത്മീയ ഔലിയാക്കളുടെ ആ തസ്കിയത്ത് പ്രവർത്തനങ്ങളാണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ സ്വലാഹുദ്ദീൻ അയ്യൂബിയെയും അതുപോലെയുള്ള ഈ 25,000 പോരാളികളെയും സഹാബത്തിനെ പോലെ ആത്മധൈര്യമുള്ളവരെയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആത്മീയ ശക്തി നഷ്ടപ്പെടുന്നു. നമ്മൾ ആത്മീയത പറയുമ്പോൾ, നമ്മൾ ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ, ദുആനെ കുറിച്ച് പറയുമ്പോൾ, ശൈഖ് ജിലാനിയെ കുറിച്ച് പറയുമ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തതാണ്, അതൊന്നല്ല ഇപ്പൊ വേണ്ടതെന്ന് പറയുന്നവർ, അതും കൂടി ഇല്ലാതെ നമുക്കിത് വിജയിക്കാനാകില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ശൈഖ് ജിലാനി തങ്ങളുടെ അനുസ്മരണങ്ങൾ നമുക്ക് കഴിയും. മൻ മർറഹ താരീഖൻ മൻ മർറഹ മുഅ്മിനൻ കഅന്നമാ ഹിയാഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അഫ്സറിക്കുന്നു. ഒരാളുടെ ചരിത്രം നാം പറയുമ്പോൾ, ഒരാളുടെ ജീവിത ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുകയാണ് നാം ചെയ്യുന്നത്. ചരിത്ര പഠനം എന്ന് പറയുന്നത് ചരിത്രത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. ചരിത്ര പുരുഷന്മാർ നമ്മളിലേക്കുള്ള യാത്രയാണ്. ശൈഖ് ജിലാനി എന്തുകൊണ്ട് ഇങ്ങനെ അനുസ്മരിക്കുന്നു ചോദിച്ചാൽ, ശൈഖ് ജിലാനി ഇപ്പോഴും അനുസ്മരിക്കപ്പെടണം, പഠിക്കപ്പെടണം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കേവലം ഒരു ആത്മീയ പ്രഭാഷകനായി ആത്മീയ വഴിയിൽ മാത്രം നടന്ന ആളല്ല. അതാണ് ശരി. അതിനപ്പുറത്ത് സൈനികമായി, രാഷ്ട്രീയമായി പോരാട്ടത്തിലൂടെ കഴിഞ്ഞു പോകാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ ഒരു തലമുറയെ, ഒരു ജീലിനെ, സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു ജീലിനെ, ഒരു തലമുറയെ വാർത്തെടുത്ത 400ഓളം മദ്രസകൾ ഇസ്ലാമിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചു. 800ഓളം പഠിച്ച ദാഴിയത്തുകളായ സ്ത്രീകളെ സമർപ്പിച്ചു എന്നൊക്കെ നേരത്തെ പറഞ്ഞ കൈഫ ലഹറ സലാഹുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലൊക്കെ പറയുന്നു. ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിക ഖിലാഫത്ത് അത് തകർന്നു തരിപ്പണമായി. എല്ലാ ഭാഗത്തും അതിക്രമങ്ങളായി, അരാജകത്വമായി, ഭൗതികമായ ആധിക്യമുണ്ടായി, ആത്മീയ വിരക്തി ഉണ്ടായി, തമ്മിൽ തല്ലുണ്ടായി, ഖിയാനത്തുണ്ടായി, നേരത്തെ പറഞ്ഞ ബാത്തിനികളുടെ മഹാശല്യമുണ്ടായി. അവിടെയാണ് അശ്വരി മദ്ഹബ്, അതുപോലെ തന്നെ ശരിയായ ആ ലാഹിരിയക്കാരും ബാത്തിനിയക്കാരും ഇടയിൽ നിന്നും ഇസ്ലാമിനെ മോചിപ്പിക്കേണ്ട ഒരു ദൗത്യം അന്ന് ചെയ്തില്ലായിരുന്നു. ബാത്തിനിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫാത്തിമികളുടെ കാലത്തുണ്ടായിരുന്ന എല്ലാ ഇസ്ലാമിക സമൂഹത്തിലും കയറി പറ്റിയ തഖിയ ആചരിക്കുന്ന ഒരു വിഭാഗമാണ്. അവര് എവിടെ കയറി ജീവിക്കും? ഷിയാക്കളാണ്. നമ്മുടെ തഖ്വ എന്ന് പറയുന്ന നമുക്ക് തഖിയ എന്ന് പറയുന്നത് സജ്ഞമാണ്. തഖിയ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ച് ജീവിക്കുക എന്നാണ്. നമ്മുടെ സുന്നിയായിട്ട് ജീവിക്കും, യഥാർത്ഥത്തിൽ ചെയ്യായിരിക്കും. ഇപ്പൊ നമ്മൾ ഷിയാക്കളൊക്കെ കേരളത്തിൽ അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടം. നമ്മൾ ശ്രദ്ധിക്കേണ്ട മുസ്ലിം സമൂഹം പുതുതായിട്ട് ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ്. ഷിയാക്കൾ കേരളത്തിൽ അധികരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അതറിയാൻ നമ്മുടെ ഫേസ്ബുക്കിലോ നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മഹത്വപ്പെടുത്തി എന്ന് വിട്ടാൽ മതി. അപ്പോൾ ബാക്കി കാണാം. തന്നെ ചീത്ത പറഞ്ഞിട്ട് വരുന്ന ഷിയാക്കൾ അതിന്റെ ബാക്കി നമുക്ക് തന്നെ കാണാം. നമ്മുടെ പലർക്കും അനുഭവമുണ്ട്. അതുപോലെ അപ്പൊ അങ്ങനെ ഷിയാക്കൾ അതിന്റെ പുതിയ രൂപങ്ങൾ ഉയർന്നു വരുന്നു. അപ്പൊ ഈ ബാത്തിനികൾ അങ്ങനെ പരിശുദ്ധ ദീനിനെ എന്താ ചെയ്തു? ഷറഈന്റെ നവാഹിറുകളൊക്കെ ബാത്തിൽ, അസ്കാരം അതല്ല, നോമ്പ് അതല്ല, വ്യഭിചാരം അതല്ല, വേറെന്താണെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ആയിരുന്നു ലാഹിരികളും. ലാഹിരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹദു ഒരു തൈമില്ലാതെ അതുപോലെ തന്നെ പിടിക്കും. അപ്പോഴാണ് ലാഹിരികൾ നമ്മുടെ
വളർന്നു വരുന്നുണ്ട്. സാഹചര്യങ്ങൾ നമ്മുടെ തന്നെ വളർന്നു വരുന്നു. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം ബാങ്ക് വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോൾ വൈകുന്നേര സമയത്ത് കുറച്ചു കാര്യം കൊണ്ട് പള്ളിയിൽ വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. മോദിനെ കൊണ്ട് അള്ളാഹുവിന്റെ നമ്മുടെ വിശ്വാസം, അക്ഷരി വിശ്വാസം, അവന് ഗുരുവില്ല, അവന് മക്കാനില്ല, അവന് അവയവമില്ല എന്ന് കൂടി വിളിച്ചു പറയുമായിരുന്നു. കാരണം അതൊക്കെ ഉണ്ടെന്ന് പറയുന്ന മുജസ്സിമുകളുടെ വാദങ്ങൾ അന്നും ഇപ്പോഴുണ്ടല്ലോ. തഫീല് പാടില്ല, അല്ല തഹ്വീല് പാടില്ല, തഫീല വേണ്ടെന്ന് വാദിച്ച് തഫീലും തഹ്വീലിനെയും തമ്മിൽ ഏറ്റുമുട്ടിച്ച് തഫീൽ എന്ന് പറയുന്നത് എടുക്കാതെ യഥാർത്ഥ തഫീൽ വെക്കാതെ അവർക്ക് തോന്നുന്നതായി അർത്ഥം വെക്കുന്ന അശ്വരി മദ്ഹബിനെ തന്നെ പരസ്യമായി ചീത്ത പറയുന്ന ചില ആളുകൾ രംഗത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു ദൗത്യം ഷെയ്ഖ് ജീലാനി തങ്ങൾ അന്ന് നിർവഹിച്ചു. ഷെയ്ഖ് ജീലാനി തങ്ങളെ പോലെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഹംബലി എന്ന് പറഞ്ഞാൽ അവരുടെ വാദക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കുക. വിഷയം നമ്മളൊക്കെ പോകുന്നില്ല. അപ്പൊ ഇവിടെയാണ് ഈ രണ്ട് വിഭാഗങ്ങളായി നിലക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പ്രബോധന പ്രവർത്തനം കൊണ്ട് വർദ്ധിക്കുന്നത്. പിന്നെ ശരീഅത്തെ വിട്ടുകൊണ്ടുള്ള കളി, തരീഖത്തിന്റെ പേരിൽ, ഹഖീഖത്തിന്റെ പേരിൽ ഷെയ്ഖ് ജീലാനി തങ്ങൾ അത് റദ്ദ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഫുദൂലായി ബില്ലാഹു ഇദാ വജദ ഫീ ഖൽബിക ബഅദ ശഖ്സിൻ ഔ ബൂദ ശഖ്സിൻ ഔ ഹുബ്ബഹു ഫഅലിദ് അഅമാലുഹു അൽ കിതാബി വസുന്ന. നിനക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ, ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ, ചില ശേഖന്മാരോട് നമുക്ക് ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ ചില ആളുകളോട് നമുക്ക് ഇഷ്ടം തോന്നുന്നു, ആദ്യം ചെയ്യേണ്ടത് ഫഅലിദ് അഅമാലുഹു അൽ കിതാബി വസുന്ന. കിതാബും സുന്നത്തും ശരീഅത്ത് അനുസരിച്ച് അവരുടെ ജീവിതം എങ്ങനെയാണ് നോക്കിയിട്ട് ദേഷ്യം മതി, നോക്കിയിട്ട് സ്നേഹം മതി. ശരീരത്തിന് വിരുദ്ധമായിട്ടൊന്നും ഉള്ള ഒരാളെയും കാണിക്കണം, അതെടുക്കരുത്. മകനോട് വസിയത്ത് ചെയ്തു, അള്ളാഹുവിന്റെ ഗ്രന്ഥം താഴ്ത്ത്, അതുപോലെ അതിന്റെ നിയമങ്ങൾ പാലിച്ചേ പോകാൻ പറ്റും. നമ്മുടെ ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് കിതാബും സുന്നത്തിൽ എടുക്കപ്പെട്ട ത്വരീഖത്താണ്. ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. ഔദാര്യമുള്ള കൈതമാണ്. അതുപോലെ പിണക്കം, വഴക്ക്, വക്കാണമില്ലാത്തതാണ്. പ്രയാസങ്ങളോടുള്ള സഹനമാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ, നമ്മുടെ സ്നേഹിതന്മാരുടെ തെറ്റുകുറ്റങ്ങളോട് ക്ഷമിക്കാനുള്ള മനസ്സാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ത്വരീഖത്തിന്റെ രീതിയിലേക്ക് ഇതിനെ മാറ്റി. എല്ലാ ശേഖന്മാരും അങ്ങനെയായിരുന്നു. ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി, റഈസു തായിഫ എന്ന് പറയുന്ന മഹാൻ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, ഒരാൾ പറക്കുന്നതാണോ വിലായത്തിന്റെ അടയാളം? ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, കാക്കകളും പറക്കാറുണ്ട്, പിന്നെ പോയി മലവും കഴിക്കാറുണ്ട് എന്ന് ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കലാണോ എന്ന് ചോദിച്ചു. ആ വെള്ളത്തിന്റെ മുകളിലൂടെ മത്സ്യവും നടക്കാറുണ്ട്, അതൊക്കെ പോകുന്നത്. എന്നാൽ രണ്ട് സ്ഥലത്ത് ഒരേ സമയത്ത് തന്നെ, മക്കയിലും ഇവിടെ ഒരുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ വരാൻ പറ്റില്ലാണെന്ന് ചോദിച്ചു. രണ്ട് സ്ഥലത്ത് അതിനുണ്ട്. ഞാൻ മക്കത്തുണ്ടായിരുന്നു നമുക്ക് പറയാം. അത് വീസും ഒരുപാട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെന്താണ് താവും സുന്നത്തും അവനുണ്ടോ, തരീഖത്ത് മുഹമ്മദിയുണ്ടോ എന്നാലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയെല്ലാം തരീഖത്ത്. പിൽക്കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്. കള്ളവാദികൾ രംഗത്ത് കൂടുതൽ വരുന്നു. ഇപ്പോൾ കള്ളവാദികൾ, ആ കള്ളവാദികൾ ഇപ്പൊ നമ്മൾക്ക് ഞാൻ സാന്ദർഭികമായി ഉണർത്തട്ടെ. ബഹുമാനപ്പെട്ട ബാക്കിയാത്തിലെ ഉസ്താദുമാർ കഴിഞ്ഞ ദിവസം കേരളം സന്ദർശിച്ചിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അബ്ദുൽ ഹമീദ് ഹദറത്തും മാഹിൻ ഹദറത്തും സാദിഖുദ്ദീൻ ഹദറത്തും ഒക്കെ കഴിഞ്ഞ 2-3 മാസം അവരൊരു ദൗത്യവുമായി വന്നവരാണ്. കേരളത്തിലെ എല്ലാ പണ്ഡിത സംഘടനയുടെയും മുതിർന്ന നേതാക്കളെ അവർ കണ്ടു, സംസാരിച്ചു, അവരുടെ ദൗത്യം നിർവഹിച്ചു. കേരളത്തിൽ വളർന്നു വരുന്ന കള്ളവാദികളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അവരെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ ആയിരുന്നു അവരുടെ സന്ദർശനം.
അഥവാ പുതിയ വാദങ്ങൾ രംഗത്ത് വരുന്നു. കേരളത്തിൽ ബാക്കവി അടക്കമുള്ള ചില ആളുകളൊക്കെ വാട്സാപ്പിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷാഹി ഗോഹരി എന്ന റിയാസ് ഷാഹി ഗോഹരി എന്ന പേരുള്ള പാകിസ്ഥാൻകാരനായ ഒരാൾ പുതിയ മതം ഇവിടെ പ്രചരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് പറഞ്ഞത്. ഞാൻ ആ വിഷയത്തിൽ പോകുന്നില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് അവരെന്താ ചെയ്യുക? ജനങ്ങളെ പറ്റിക്കുകയാണ്. ഒരുപാട് സോഷ്യൽ മീഡിയ വർക്ക് അവർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മഹാ തട്ടിപ്പുകൾ ഇന്ന് ആത്മീയ രംഗത്ത് നടക്കുമ്പോൾ അതിനെ ബോധവൽക്കരിക്കേണ്ട അതിന്റെ ഉത്തരവാദിത്വം ഈ ശൈഖ് ജീലാനിയുടെ ത്വരീഖത്ത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഇതാണ് ശരിയായ വഴി എന്ന് കാണിച്ചു കൊടുക്കാൻ. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുമ്പോൾ ഒറിജിനലുകളെ ഉണ്ടാക്കാനാണല്ലോ നമുക്ക് വേണ്ടത്. എങ്കിലേ ഡ്യൂപ്ലിക്കേറ്റിനെ പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ശൈഖ് ജീലാനി തങ്ങളുടെ രണ്ടാം ദൗത്യം. ഒന്ന്, ഈ കാലം ആവശ്യപ്പെടുന്നു പുതുസടക്കമുള്ള പരാജയങ്ങൾക്ക് വിമോചകനെ. രണ്ട്, ഇതുപോലെയുള്ള കള്ളവാദികളെ തോൽപ്പിക്കേണ്ടതുണ്ട്. ശൈഖ് ജീലാനി തങ്ങൾ ഒരു വലിയ യാത്ര ചെയ്യുമ്പോ വല്ലാത്ത ദാഹമുണ്ടായി. നമുക്ക് ഏവർക്കും അറിയുന്ന ചരിത്രം തന്നെയാണ്. ആകാശത്ത് നിന്നും കള്ളിറക്കി കൊടുത്തു. നിനക്കത് ഹലാലാക്കിയിരിക്കും എന്ന് പറഞ്ഞല്ലോ. നീ ബിലീസാണ് എന്ന് പറഞ്ഞു. കാരണം ഇത് ഷായിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള മനസ്സുണ്ടായി. ആരോഗ്യം പിശാചങ്ങനെ പലതും ചെയ്യും. സാന്ദർഭികമായി ഒരു ചരിത്രം ഓർമ്മ പോവുകയാണ്. ഈ കള്ള ശേഖന്മാർ വന്ന് സ്വപ്നങ്ങൾ കാണിക്കുന്ന ഒരു പരിപാടി. പലരും ശേഖന്മാരെ കൊണ്ടുവന്ന് ശേഖര സ്വപ്നം കാണാം. ആ സ്വപ്നങ്ങളൊന്നും മഹാന്മാരായി കൊണ്ടുണ്ടാകുക, വാപ്പ കൊണ്ടുണ്ടാകുക, മനസ്സിൽ ഇങ്ങനെയൊക്കെ ചില സ്വപ്നങ്ങളിലൂടെയാണ് കള്ള ശേഖന്മാരെ തീരുന്നത്. ഈ പറയപ്പെട്ട ശേഖന്മാരൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകും. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ബാക്കിയാത്തിലെ ഉസ്താദായിരുന്ന നമ്മുടെ പലരുടെയും ഉസ്താദായ മൂസക്കുട്ടി ഹദറത്ത്, അള്ളാഹു ദീർഘായുസ്സ് കൊടുത്താൽ അദ്ദേഹം മനാലിയിൽ ഇരിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ചരിത്രമാണ്. അതിന് അവരൊപ്പം അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് കിതാബ് കണ്ടത്. അതുകൊണ്ടാണ് അവരൊപ്പം കറക്റ്റായിട്ട് പറയുന്നത്. അബ്ദുൽ ഹഖ് ലഖനവി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. നമ്മളെല്ലാവരും അറിയും അബ്ദുൽ ഹഖ് ലഖനവി. അദ്ദേഹം നമ്മുടെ മിശ്കാത്തിന്റെ മുഖദ്ദിമയുണ്ടല്ലോ, ഇസ്തിലാഹ് ഇസ്ലാം, അത് എഴുതിയ ആളാണ് അബ്ദുൽ ഹഖ് ലഖനവി. അദ്ദേഹം വലിയ ലഖനവിയാണ്, ലഖ്നൗകാരനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ഷെയ്ഖ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ അബ്ദുൽ ഹഖ് ലഖനവിയുടെ വീടിന്റെ അടുത്ത്. എല്ലാവരും കാണാൻ പോകുന്നു. ഈ അത്ഭുതങ്ങൾ മാറുന്നു, ചികിത്സകൾ മാറുന്നതിനെ കുറിച്ച് എല്ലാവരും മൂപ്പർ പോയില്ല. ഒരു കഥ പറ്റിയിട്ടാണ് മൂപ്പർ പോയില്ല. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന പോട്ടെ, ഞാൻ എല്ലാം വന്ന് മൂപ്പർ മാറില്ല. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ അബ്ദുൽ ഹഖ് ലഖനവി ഒരു സ്വപ്നം കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ടുണ്ട്. ആര്? ഈ ശൈഖിന്റെ വീട്ടിലുണ്ട്. അപ്പൊ എല്ലാവരും റസൂലിനെ കാണാൻ പോകുമല്ലോ. അപ്പൊ അബ്ദുൽ ഹഖ് ലഖനവി കാണാതിരിക്കാൻ പറ്റില്ല. മൂപ്പർ പോയി. സ്വപ്നം ഉണ്ടോ? അപ്പൊ അവിടെ ചെന്നപ്പോ ഈ വാതിൽക്കൽ കേൾക്കാൻ നിൽക്കുന്നത് ഈ ശൈഖാണ്. ഞാൻ കാണാൻ പോകാത്ത, ഇദ്ദേഹത്തിന് പിടിക്കാത്ത ശൈഖാണ്. അപ്പൊ എല്ലാവരും കയറ്റി വിട്ടു. അബ്ദുൽ ഹഖ് ലഖനവിയെ കയറ്റി വിട്ടില്ല. നീ എന്നെ കാണാൻ വന്നില്ലല്ലോ, അവിടെ കയറണ്ടെന്ന് പറഞ്ഞു മടിക്ക് വെച്ചു. പിറ്റേ ദിവസമായി നമ്മളാണ് ഇന്നലെ കാടി പിറ്റേ ദിവസം ശൈഖിനെ പോയി കണ്ടിട്ട് എന്നിട്ടും പോയില്ല. വിശ്വാസികൾ വേണം, അതേ പറയുന്നു. രണ്ടാമത്തെ ദിവസം സ്വപ്നം കണ്ടു. ഇങ്ങനത്തെ സ്വപ്നം പറയുമ്പോൾ മഹാന്മാർ പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ഇങ്ങനത്തെ കുറെ ചെറിയ നിരക്കാത്ത സ്വപ്നങ്ങൾ കണ്ടാൽ ഇതുപോലെ കണ്ടാൽ പറയും, കണ്ടത് ഇബ്രാഹിം നബിയല്ല, നീ ഇബ്രാഹിം അല്ല, നിന്റെ പുത്രൻ ഇസ്മായിൽ അല്ല എന്ന് പറയുന്ന ആ ഒരു മറുപടി അദ്ദേഹത്തിന് മനസ്സിലാക്കി. രണ്ടാം ദിവസം പോയില്ല, മൂന്നാം ദിവസം പോയില്ല. നാലാമത്തെ ദിവസം വീണ്ടും സ്വപ്നം കാണാം. സ്വപ്നത്തിൽ പോകുന്നുണ്ട്, നേരിട്ട് പോയില്ല. നാലാമത്തെ ദിവസം അകത്തുന്നൊരു ചോദ്യം, അബ്ദുൽ ഹഖ് വന്നില്ലേ? അവർ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഈ ശൈഖ് എന്നെ കയറ്റിവിടല്ല എന്ന് പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. അപ്പൊ അവൻ ശൈഖാണോ? അവൻ ശൈഖല്ല, അവൻ കൽബല്ലേ എന്ന് മറുപടി. കൽബ് പട്ടിയല്ലേ? അപ്പൊ അവിടെ കൂടെ ഉണ്ടായത് അകത്തുനിന്ന് അവരോ വന്ന് ഈ ശൈഖിന്റെ കഴുത്തിൽ സ്വപ്നത്തിൽ വെട്ടി. സ്വപ്നമാണ് അതൊക്കെ. പിറ്റേസ് നേരം വിട്ട് നോക്കുമ്പോൾ ശൈഖ് വഫാത്ത മരിച്ചെടുക്കുന്നത് അതൊരു പട്ടി വീണ്ടും കാലത്ത് പറയുന്നത് കള്ളശൈഖ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കുതിർന്നത് കൊണ്ട് അത്രയും അദ്ദേഹത്തിന് സ്വപ്നം കാണിക്കാൻ പറ്റി. പക്ഷെ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കൊണ്ട് നിർദ്ദേശം കൊടുത്തിട്ട് അബ്ദുൽ ഹഖ് ലഖനവി എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പൊ ഇത്രയൊക്കെ ചെറുപ്പം സാധിച്ചേക്കാതാണ് ചെയ്ത്. സ്വപ്നങ്ങള് കുരുമുണ്ടല്ലോ, പിന്നെ ശൈത്താനല്ലേ. ദജ്ജാൽ വരുമ്പോ ഒരു വിശ്വാസി കാണാൻ പോകും. രണ്ട് വിശ്വാസികൾ, ഒരാള്
വിശ്വാസി എനിക്ക് കുഴപ്പമില്ല നമ്മൾ കാണാൻ പോകും. അപ്പൊ ദജ്ജാലിന്റെ വാപ്പയുടെ പേരെന്താണെന്ന് ചോദിക്കും. വാപ്പയുടെ പേര് പറയും വാപ്പാടെ രൂപത്തിൽ പിശാച് വരും, മോനെ ദജ്ജാലിനെ വിശ്വസിക്കാൻ പറയും, അവൻ വിശ്വസിച്ച് വഴിതെറ്റി പോകും. അങ്ങനെയാണ് കഥയുണ്ടായത്. വേറൊരാണ് കഥയുണ്ട്. ആ കഥ എന്താണ്? അദ്ദേഹം പോവും, നീ ദജ്ജാലാണ്, നീ കദ്ദാബാണ് എന്ന് പറയും. എന്നിട്ട് വിശ്വസിക്കൂല, 2 കഷ്ണാക്കും ഇദ്ദേഹത്തെ. ഈ പറഞ്ഞാണ് 2 കഷ്ണം നടക്കും, ദജ്ജാൽ നിൽക്കും. എന്നിട്ട് മാറിയിട്ട് വീണ്ടും കൂട്ടി വയ്ക്കാൻ പറയും. കൂട്ടി ഹദീസിലുള്ളതാണ് ഇതൊക്കെ. ഇപ്പൊ നീ വിശ്വസിക്കണോ? അപ്പൊ ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി നീ ദജ്ജാലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിൽ പറഞ്ഞു. അങ്ങനെയുണ്ട്. അപ്പൊ ശരിക്കും മനസ്സിലാവുന്നവരുണ്ട്, പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ദജ്ജാൽ വഴിക്ക് പോകണ്ടെന്ന് റസൂൽ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനത്തെ ഈ ഇതൊന്നും അങ്ങനെ വഴിക്ക് പോകാതിരിക്കലാണ് ഉള്ളതിരിക്കുന്നവരുടെ അബൂബക്കർ പറഞ്ഞതുപോലെ അശീലിരിക്കുന്നതോ നമുക്കുള്ള പറഞ്ഞിരിക്കുന്നത് കേട്ട് വിമാചരാമത്തേക്ക് പോലായിരിക്കും നമുക്ക് ചിത്രം. അപ്പൊ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ആ മഹത്വം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി മനസ്സിലാക്കാൻ സംഭവ ബഹുലമായ ആ ചരിത്രം നോക്കൂ. എത്ര മനോഹരമായ ചരിത്രമാണ് ശൈഖ് ജീലാനി തങ്ങളുടേത്. 90 വയസ്സ് വരെയുള്ള ജീവിതം. ഔലിയാക്കളിൽ ഔലിയാക്കൾ, ഇതിഹാസ നായകൻ, കുതുബുൽ അഖ്താബ്, താജുൽ ഔലിയാ, സുൽത്താനുൽ ഔലിയാ, കുതുബുൽ അഖ്താബ്, ഈ പേരുകളൊക്കെ സായാത്താക്കിയാണ്. ഭൗതികതയുടെ എല്ലാ തോടുകളും പൊട്ടിച്ച് ആത്മീയതയുടെ വിഹായസിലേക്ക് ജനങ്ങളില്ലാതെ പറന്നടിച്ചു പോയ ഒരു മഹാൻ. നിദ്രാവിഹീനങ്ങളായ രാത്രികളിലൂടെ വിജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും കൊടുമുടിയിൽ എത്തിയ ഒരാൾ. പിശാചിനോടും ഇച്ഛകളോടും പോരാടി വിജയം വരിച്ച പോരാടി. റമദാനിൽ മുല കുടിക്കാത്ത ഒരു കുട്ടി, കളിസ്ഥലങ്ങളിലേക്ക് ഒരിക്കലും പോകാത്ത ഒരു ബാലൻ, സത്യസന്ധത കൊണ്ട് കൊള്ളക്കാരെ പോലും സഹചാരിയാക്കി മാറ്റിയ ഒരു വിദ്യാർത്ഥി, പച്ചില നിന്നും പട്ടിണി കിടന്നും ജീവിതം തള്ളി നീക്കിയ ഒരു മഹാസാത്വികൻ, നാടും വീടും വിട്ട് വിശ്രുതരായ ഗുരുക്കന്മാരിൽ നിന്നും വിജ്ഞാന ശാഖകൾ 13 വിജ്ഞാന ശാഖകൾ പഠിച്ചു തീർന്ന വിജ്ഞാനദാനി. 40 വർഷക്കാലം ഷായിദ് ഉള്ളതുകൊണ്ട് സുന്നത്ത് നമസ്കരിച്ച മഹാഭക്തൻ. 70,000-ഓളം പേരുകൾ പങ്കെടുക്കുന്ന സദസ്സുകൾ, 5,000-ഓളം പേരുകൾ ആളുകൾ അമുസ്ലിങ്ങൾ തന്റെ കൈകൾ പിടിച്ച് ഷഹാദത്ത് കലിമത്തുൽ മുസ്ലിമായി. ലക്ഷക്കണക്കിന് ആളുകളെ തൗബ ചെയ്യിപ്പിച്ച മുറബി. ഇങ്ങനെയൊക്കെയായിരുന്നു മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അലൈഹി വസല്ലം. ഈ ചരിത്രം നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും പഠിക്കേണ്ടതാണ്, പുനർജീവിക്കേണ്ടതാണ്. ഗസ നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അതിലേക്ക് പോകുന്നില്ല കൂടുതലായി. ആത്മീയ ബലം അവർക്ക് നൽകും. അവർക്ക് അത്യാവശ്യം തിരികത്തും കാര്യങ്ങളും തിരികത്ത് പോരാടി ജയിച്ച എല്ലാവർക്കും തിരികത്തായി. ഫ്രഞ്ചുകാരോട് പോരാടി വിജയിച്ച അബ്ദുൽ ഖാദിർ ജസായി, അദ്ദേഹത്തിന് തിരികത്തിന്റെ ആത്മീയത കൂടി ചേർത്തിട്ടാണ് അവരെന്താക്കി. അബ്ദുൽ ഖാദിർ ജസായി വലിയ ഭക്തനായി, വലിയ പോരാളിയായി. അതുപോലെ ഏത് പോരാട്ടമുള്ള സമൂഹമുണ്ടോ അവരൊക്കെ ആത്മീയ ശക്തി കൂടി നേടിയെടുത്തവരാണ്. ഭൗതികം കൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല അവരാരും. അങ്ങനെയാണ് ഫ്രഞ്ചുകാരെ തോൽപ്പിച്ചത്. ഉമറുൽ മുഖ്താർ ആയിരുന്നുവല്ലോ ഇറ്റലിക്കാരെ കുറെ നാൾ തടുത്തു നിർത്തിയത്. അദ്ദേഹവും ആത്മീയതയോടെ സഞ്ചരിച്ച ആളാണ്. ഏതൊരു മകൻ തന്നെയായിരുന്നു. അബ്ദുൽ ഖാദിർ ജസായിയുടെ അവരുടെ പതാകയിൽ ഒരു വാചകമുണ്ട്, എന്ന ഉറുദയിൽ ഒരു ബെയ്ത്ത് ഫ്രഞ്ചുകാരുടെ ഒരു വിപ്ലവം നിർത്തിച്ച ജസാലിയുടെ പതാകയിൽ ഉണ്ടായിരുന്നു. റസൂലിന്റെ സഹായം ആർക്കുണ്ടോ, റസൂലുമായി ബന്ധം ആർക്കുണ്ടോ, അവർ സിംഹം അടയിൽ ചെന്നാലും സിംഹം പോലും അവരെ പരാജയപ്പെടുമെന്ന് ആത്മീയ ശക്തി കൊടുത്തിട്ടാണ്. അതാണ് മദ്ഹിന്റെയും മൗലിദിന്റെയും ആണ്ടുകളുടെയും ഒക്കെ പ്രസക്തി. ആത്മീയ ബലം കിട്ടുക എന്നുള്ളതാണ്. മഹാന്മാരെ നമ്മളിലേക്ക് കൊണ്ടുവരിക, നമ്മൾ മഹാന്മാരിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ എല്ലാം. അങ്ങനെയുള്ളവരാണ് ഗസയിലെ ഹമാസുകൾ. അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അവർ പുതിയ പ്രതിസന്ധി നേരിടുന്നു എല്ലാ അർത്ഥത്തിലും. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്ന ലോകം വിലപിച്ചുകൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഗസയിലെ ഒരു പള്ളിയിൽ അക്സർ ഖുതുബ, ഏറ്റവും ചെറിയ ഖുതുബ എന്ന് പറഞ്ഞ് ഒരു
ഇപ്പോൾ നടക്കും. ലോകം അത് വൈറലായി, ലോകം അത് കേട്ടു. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാൽ നമ്മൾ 2 മണിക്കൂർ സംസാരിക്കുന്നവരാണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞതിനെ പോകുന്നത് അധികം പ്രസംഗം എന്തായാലും നല്ലതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയ വാചകളിൽ പ്രശ്നമില്ല വിശപ്പ് കാരണം എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, വിശപ്പ് കാരണം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. മൈതസ്കാരം നടക്കുമ്പോ തലകറങ്ങി വീഴുന്ന മൗമൂമികൾ, അപ്പുറം ഇപ്പുറം പിടിച്ചു നിർത്തുന്ന വാപ്പയും ഉമ്മയും നമ്മൾ വീഡിയോയിൽ കാണും. അങ്ങനെയുള്ള മഹാഭയാനകമായ ഒരു അവസ്ഥയിലാണ് അവർ. എത്ര ശക്തമായ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ ആത്മീയമായി അവരൊക്കെ പിടിച്ചു നിർത്തുന്നത് ഇതുപോലെയുള്ള ശക്തികളും കഴിവുകളും മാനസിക ആത്മീയ യഖീനുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ വിജയിക്കാൻ കഴിയുന്നത്. രക്തം വാർന്ന് മരിച്ചാലും അഭിമാനം വാർന്ന് ഞങ്ങൾ മരിക്കില്ല എന്ന് അവർ പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആകാശമുണ്ടെങ്കിൽ, ആകാശത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭൂമിക്കടയിൽ ടണലുകളുണ്ട് എന്ന് പറഞ്ഞതിനോട് അതിൽ അവർ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് അമേരിക്ക ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുണ്ടെന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളോടല്ല, ശിശുക്കളോടാണ്, ഞങ്ങൾ ഭീകരന്മാരോടാണെന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. പേടിയില്ലാത്ത ഒരു ജനമായി അവർക്ക് മാറി ഇപ്പോഴും നിൽക്കാൻ കഴിയുന്നത്. ഇപ്പൊ അവരുമായി നേരിട്ട് ചർച്ചയ്ക്ക് അവസരം കൊടുക്കുന്നു. അവരൊന്നുമല്ല 2 മാസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പോകുന്നത് തീർക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പോഴും അവരുടെ ബന്ധികൾ പിടിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ. ഇതെല്ലാം ഉണ്ടായിട്ടും അവരോട് അമേരിക്കയും അവരുടെ ഹമാസിന്റെ പ്രസ്താവന, കഴിഞ്ഞ സന്ധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ആരാണ് പരസ്യപ്പെടുത്തിയത്? ബ്രഹ്മണ് പരസ്യപ്പെടുത്തിയത്. അവർക്ക് അഡ്രസ് കിട്ടും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന അഹദ മിൻഹും സുമ്മ യൻഖുദൂന അഹദഹും ഫീ കുല്ലി മറത്തിൻ വഹും ലാ യത്തഖൂൻ. നീ കരാർ വെക്കുകയും പിന്നെ ആ കരാറുകൾ എല്ലാ സമയത്ത് പൊളിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ ഭയമില്ലാത്തവരാണ്. യഹൂദന്മാരെ കുറിച്ചാണ്, കുറയുന്ന ഗോത്രക്കാരെ കുറിച്ചാണ്. നബിയോട് പല കരാറും വെച്ചിട്ട് അതൊക്കെ പൊളിച്ചു കളഞ്ഞ യഹൂദന്മാർ. അവരെ നീ കണ്ടുമുട്ടിയാൽ അവരെയും അവരുടെ കൂടെ പിറകിൽ നിൽക്കുന്നവരെയും നീ നോക്കിക്കണ്ട് അവരോട് ഏറ്റുമുട്ടണം. ഇതിന് മാത്രമല്ല, അവർ പിറകിലുള്ള അമേരിക്കയും നീ കാണണം. നീ ഏതെങ്കിലും ജനതയിൽ നിന്നും വഞ്ചന പയക്കുന്നുവെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന രൂപത്തിൽ അതിനെ പരസ്യപ്പെടുത്തുക, അവരിലേക്ക് തന്നെ അത് ഇട്ടുകൊടുക്കുക. ഒരു കരാറ് വെച്ചു, ലിബിയ കരാറിനെ ഓർമ്മിപ്പിക്കുന്ന പരാജയം തോന്നുന്ന ഒരു കരാർ. 21 പരിപാടി നമുക്കറിയാമല്ലോ. അപ്പൊ അതിൽ നിന്നും അവർ വളരെ തന്ത്രപൂർവ്വം ഖിയാനത്തുള്ള കരാറാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവരുടെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തത്. ഞങ്ങൾ സന്നദ്ധയുണ്ടെന്ന് പകുതി അറിയിച്ച് ഇത് ലംഘിക്കുന്നെങ്കിൽ ഞങ്ങളല്ല എന്നും അവർ തന്നെയാണെന്ന് ലോകത്തെ പഠിപ്പിക്കണം, ഒന്നുകൂടി പഠിപ്പിക്കാൻ ഡിപ്ലോമാറ്റിക്കായ അവരുടെ നിലപാടുകൾ കൊണ്ട് കഴിയുന്നത്. അതെല്ലാവരും വാഴ്ത്തിയില്ലേ, ലോകമെല്ലാവരും വാഴ്ത്തിയില്ലോ. അതാണല്ലോ അമേരിക്കൻ തന്നെ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത്. ഈ കുറ്റങ്ങൾ മുഴുവൻ നിങ്ങളുടെ തലയിടാൻ പോയപ്പോൾ ഫൽബിലേക്ക് വന്ന് നിങ്ങളിലേക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പന്ത് അങ്ങോട്ട് തന്നെ അടിച്ചു കൊടുത്തു നീക്കുകയാണ്. നമുക്ക് പ്രതീക്ഷയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നും ഒരു സംഘം എപ്പോഴും ഉണ്ടാകും. ദിമഷ്ക് പള്ളിയുടെ, ഡമസ്കസിലെ പള്ളിയുടെ വാതിൽക്കൽ സമരം ചെയ്യുന്ന സിറിയയിൽ ഒരു സംഘം ഉണ്ടാകും, ഷാമുകാരാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെയും അതിന് ചുറ്റുമുള്ള ഇസ്രായേലും വെസ്റ്റ് ബാങ്കിലും യോർദാനിലും ഒക്കെ ചെയ്യുന്ന ആളുകൾ ആരൊക്കെ അവരെ നിസാരപ്പെടുത്താൻ നോക്കിയാലും ആ നിസാരത്തിലൊന്നും അവർ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഖിയാമത്ത് വരെ അവർ ഹക്കിന്റെ വഴി ഉറച്ചു നിൽക്കുമെന്ന് പറയുന്ന ഒരു സംഘം ആരാകട്ടെ, ഇവരാകട്ടെ, വേറെ ആരാകട്ടെ എനിക്കറിയില്ല, അതുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അത് തിരിച്ചു കിട്ടും. നമുക്കറിയാമല്ലോ, ഖുദ്സിന്റെ ചരിത്രം സലാഹുദ്ദീൻ അവസാനിക്കില്ല, സിയോണിസ്റ്റുകളിൽ അവസാനിക്കില്ല, ഹമാസിൽ അവസാനിക്കില്ല. ഖുദ്സിന് ഇനിയും ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രം മഹ്ശർ വരെ നീണ്ടു നിൽക്കുന്ന ചരിത്രമാണ്. അത് മഹ്ശരുടെ സ്ഥലമാണ്, അതുപോലെ മിൻശറിന്റെ സ്ഥലമാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്ഥലമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ്സ് ചെറിയ സ്ഥലമല്ല. പിന്നെയുണ്ട് ഇമാം
ഈസാ നബിക്കും മറ്റുമൊക്കെ ഇമാമായി നിസ്കരിക്കുന്ന സ്ഥലവും ഖുദ്സ് തന്നെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവിടെ ഈ മഹദി വരാനുണ്ട്. അതുവരെ ഈ പോരാട്ടം ഉണ്ടാകാം, അതിന് മുമ്പ് വരെ അവസാനിക്കാം. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷ ഒരിക്കലും കൈവിടാതെ നൂറുദ്ദീൻ സംഘിയെ പോലെ 20 കൊല്ലങ്ങൾക്കൊന്നും മിമ്പർ പണിത് വെച്ചിട്ട് അവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൈവിടാതെ മഹാന്മാരുടെ ആത്മീയ ശക്തിയിൽ നിന്നും നമ്മൾ ഒന്നുകൂടി പ്രചോദനം ഉൾക്കൊണ്ട് ആത്മീയത കൈയൊഴിച്ചുകൊണ്ട് എത്ര ഭൗതികത ഉണ്ടായിട്ട് കാര്യമില്ല. ശൈഖ് ജിലാനി തങ്ങൾ പലതിനെയും ഒന്നിപ്പിച്ചു, ആത്മീയതയും ഭൗതികതയും ഒരുമിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ശക്തി ഉണ്ടായിരുന്നു. ഭൗതിക തള്ളിക്കളഞ്ഞ സുഹൃത് ആർക്കുണ്ടായിരുന്നില്ല. ശൈഖ് ജിലാനിന്റെ കക്ഷി കൊട്ടാരത്തിലാണ് താമസിച്ചത്, വലിയ വലിയ ഉടയാടകളാണ് അണിഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്താണ്, ദുനിയാവ് നിന്റെ കൽബിൽ നിന്ന് കടയിലാണ്, നിന്റെ കയ്യിൽ പിടിക്കുന്നതിനോ പോക്കറ്റിൽ ഇടുന്നതിനോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് കൽബിലേക്ക് ദുനിയാവ് കയറി. കറാഹിയത്തുൽ മൗത്ത് ഹുബ്ബു ദുനിയാവ, കറാഹിയത്തുൽ മൗത്താണല്ലോ പരാജയത്തിന്റെ കാരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹുബ്ബു ദുനിയ ഇല്ലാതെയാക്കാൻ, ദുനിയ ഇല്ലാതെയാകുമ്പോൾ ഭൗതിക വിഭവങ്ങൾ ഇല്ലാതെയായി ഷണ്ടന്മാരാകാതിരിക്കാൻ രണ്ടിനെയും ഒരുമിച്ചു. ശരീഅത്തിനെയും ഹഖീഖത്തിനെയും തരീഖത്തിനെയും ഒരുമിച്ചു. ജനങ്ങളെയും ഭരണാധികാരികളെയും ഒന്നിപ്പിച്ചു. അതുപോലെ ഖുർആനും സുന്നത്തും തരീഖത്തും ഒക്കെ ആത്മീയ പാഠങ്ങൾ ഒരുമിപ്പിച്ച് ഒരു നവോത്ഥാന നായകനായി ഉയർന്നു. കാലം സലാഹുദ്ദീൻമാരെ തേടുന്നു, അതുപോലെ മുഹ്യിദ്ദീൻ ശൈഖ് അവരുടെ തേടുന്നു. നമുക്ക് ആ ദൗത്യം നിർവഹിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ തന്നെ ഒരു ഉറപ്പിനായി മാറാൻ, നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ തലമുറ, അതിനു വേണ്ടിയിട്ടാണ് ഈ ലജ്നത്തും ഈ മദ്രസകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അത് അർത്ഥവത്താക്കാൻ ശൈഖ് ജിലാനി തങ്ങളുടെ ചരിത്രം എങ്ങനെയാണ് ഒരു ജീവനെ ഉണ്ടാക്കിയെന്ന് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എൻ്റെ മനസ്സിനോട് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എന്താണ്